ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മൈ പ്ലഷർ. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വെന്ത വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കളയുന്ന തേങ്ങാപ്പീര കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയും കൂടിയുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. തേങ്ങ ചിരവിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ ഒരു ദിവസം മുഴുവൻ ഫ്രീസറിൽ വെക്കുക. പിറ്റേന്ന് അതെടുത്ത് തണുപ്പ് പോയി വെട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചിരട്ടയിൽ നിന്ന് വിളകി വരും. അതുമല്ലെങ്കിൽ തേങ്ങ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ചെടുത്താലും മതി. ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് പിഴിഞ്ഞെടുക്കാം. 3 തേങ്ങ മുറിച്ച് വെച്ചത് അരച്ചെടുക്കാൻ വേണ്ടി 3 ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ എടുത്താൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വേവുമ്പോൾ കൂടുതൽ സമയം അടുപ്പത്ത് വെച്ച് വറ്റിക്കേണ്ടി വരും. വെച്ച തേങ്ങ ഒരു അരിപ്പയിലേക്കിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. തലയിൽ തേക്കാനും വരണ്ട ചർമ്മം മാറാനും കടയിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയേക്കാൾ ഏറ്റവും നല്ലത് ഈ ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. തേങ്ങ 2 പ്രാവശ്യം അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ആ തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കണം. കുറഞ്ഞത് ഒരു 15-20 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലേ ക്രീം മുകളിൽ കട്ടിയായി വരികയുള്ളൂ. പിറ്റേ ദിവസം തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, മുകളിൽ ക്രീമും താഴെ വെള്ളവുമായി വേർതിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ മുകളിലുള്ള കട്ടിയുള്ള ക്രീമാണ് നമുക്ക് വേണ്ടത്. ഈ ക്രീം അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉരുക്ക് വെളിച്ചെണ്ണയുണ്ടാക്കാൻ പലർക്കും മടിയാണ്. കാരണം തേങ്ങാപ്പാൽ മണിക്കൂറുകളോളം വറ്റിച്ചാലേ വെളിച്ചെണ്ണ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ മെത്തേഡിൽ ആർക്കും പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ തയ്യാറാക്കാവുന്നതേയുള്ളൂ. ക്രീമെല്ലാം എടുത്തതിന് ശേഷം ബാക്കി വന്ന ഈ വെള്ളം കളയണ്ട. നമുക്കിത് കൊണ്ട് ചപ്പാത്തി കുഴയ്ക്കാനും കറികളിലും ഒക്കെ ചേർക്കാം. മുകളിലുള്ള ഈ ക്രീമൊക്കെ ഞാനിതാ എണ്ണ കാച്ചാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് ഒലിവ് ഓയിലാണ് പലരും ഒഴിക്കുക. അതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ, മീൻ കറി വെക്കുമ്പോൾ, ചില മീൻ മുളകിട്ടതൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇറക്കി വെച്ചാലാണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ അതിന് പകരം ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. ഇപ്പോഴൊരു 13 മിനിറ്റായി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഇതാ എണ്ണ വേർതിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം പോലെയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ അധികം ഉണക്കാതെ ഈ ടൈമിൽ എടുക്കണം. ഞാനിതാ കാണിച്ചു തരാം. ടൈമിലെടുത്താൽ വെള്ളം പോലെയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും. ഇതിലുള്ള കരടൊക്കെ ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം. ഇതിനെ അരിച്ചു മാറ്റാം. കരടൊക്കെ പൂർണ്ണമായും പോവാൻ വേണ്ടി ഒരു തുണിയിലും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി.
ബാക്കി വന്ന ഈ കരട് കളയണ്ട, ശരീരത്തിലൊക്കെ തേക്കാം, പിന്നെ ചിലരൊക്കെ കഴിക്കുകയും ചെയ്യും. ഇത് ഞാൻ മുൻപൊരിക്കൽ ഇതേപോലെ 4 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അത് ഫ്രിഡ്ജിൽ അധിക സമയം വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. ക്രീം ഇതേപോലെയാണ് വന്നത്. അല്ലെങ്കിൽ വിളഞ്ഞ തേങ്ങ അല്ലാത്തത് കൊണ്ടായിരിക്കാം ക്രീം ഇങ്ങനെ വന്നത്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. ഈ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണ അധികം കരടൊക്കെ നല്ല മൂത്ത് ഗോൾഡൻ കളറായി വന്നപ്പോൾ വെളിച്ചെണ്ണക്ക് നല്ലൊരു ഗോൾഡൻ കളർ തന്നെ. ഈ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാം കണ്ടാൽ. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ കാണിച്ചത്. ബാക്കി വന്ന ഈ തേങ്ങാപ്പീര കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാനിലിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാം, ബർഫി ഉണ്ടാക്കാം, പല പലഹാരങ്ങളും ബിസ്ക്കറ്റെല്ലാം ഉണ്ടാക്കാം. ഇതുകൊണ്ടുള്ള ബർഫി ഉണ്ടാക്കുന്നതും കേക്ക് ഉണ്ടാക്കുന്നതുമുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് ഇനി ഒരു കുപ്പിയിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ആവശ്യമുള്ളപ്പം എടുക്കാം. ഇത് ആ 3 തേങ്ങയുടെ തേങ്ങാപ്പീരയാണ്. ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. ആദ്യം മുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തത്. നിങ്ങൾക്ക് അല്ലാത്ത മുളകും എടുക്കാം, എരിവിനനുസരിച്ച് എടുക്കാം. 1 കപ്പ് തേങ്ങാപ്പീര കൊണ്ടാണ് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. മുളകൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അടുത്തതായി തേങ്ങാപ്പീര ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാപ്പീര കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ വിചാരിച്ച് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങ വറുത്തതും മാറ്റി വെച്ചതിന് ശേഷം നമ്മളെടുത്ത ആ വെളുത്തുള്ളി കുറച്ച് തൊലിയോടുകൂടെയും കുറച്ച് തൊലി ഇല്ലാതെയും ഒന്ന് ചെറുതായി അരിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചോ എടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഇത് വറുത്തെടുക്കുന്നത്. ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കൂടെ 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് ആ കൊന്തൊക്കെ പോക്കി കറിവേപ്പിലയും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തൊന്ന് നന്നായി ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുക. പിന്നെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ചേർക്കാം. വറുത്ത് മാറ്റി തന്നെ വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ആവശ്യത്തിന് പുളിയും കൂടി ചേർക്കാം. എത്രയാണ് നിങ്ങൾക്ക് പുളി ആവശ്യം അത്രയും ചേർക്കാം. പക്ഷെ നന്നായി ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് തൈരിൽ ചേർത്തോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചാലിച്ചോ എങ്ങനെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇനി അധികം ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ചൂടാറിയാൽ ഒരു ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ കുറേയധികം മാസങ്ങൾ കേടുകൂടാതെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്.